കഴിഞ്ഞ ദിവസം ഗായകൻ എം.ജി. ശ്രീകുമാർ പറഞ്ഞത് വേടൻ എന്ന ഗായകനെ തനിക്ക് അറിയില്ല എന്നാണ്. 45 വർഷമായി ഞാൻ ഇവിടെയുണ്ട്. കേരളത്തിൽ ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. എന്റെ ലഹരി എന്ന് പറയുന്നത് പാട്ട് പാടുമ്പോൾ എനിക്ക് കിട്ടുന്ന കയ്യടിയാണ്. അത് മാത്രമാണ് എന്റെ ലഹരി എന്നും എം.ജി. ശ്രീകുമാർ പറഞ്ഞിരുന്നു. റാപ്പ് പാടുന്ന വേടനെ സിനിമാ പാട്ടുകൾ പാടുന്ന എം.ജി. ശ്രീകുമാർ എന്നയാൾ അറിയണമെന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ജാതി കണ്ണുകൾ കൊണ്ട് നോക്കുന്നതും ഒരു കാരണമാകാം. ഇക്കാലത്ത് ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കിയാൽ തീർച്ചയായും വേടൻ എന്ന ചെറുപ്പക്കാരനെ നമുക്ക് കാണാൻ കഴിയും. ചേട്ടന്റെയും കൂട്ടുകാരുടെയും ഒരു പ്രത്യേക ലോബിയുടെയും പിൻബലത്തിൽ സിനിമയിൽ അവസരങ്ങൾ നേടിയെടുത്ത താങ്കളെക്കാൾ ജനസമ്മതിയിൽ ഇപ്പോൾ വേടൻ തന്നെയാണ് മുന്നിലെന്ന് പറയേണ്ടി വരും. ആരെങ്കിലും എഴുതി തരുന്ന മറ്റാരെങ്കിലും സംഗീതം പകരുന്ന പാട്ടുകൾ നിരവധി തവണ റിഹേഴ്സൽ എടുത്ത് പാടുന്ന നിങ്ങൾക്ക് ഈ നാട്ടിലെ സാധാരണക്കാരെ അറിയില്ല. അപ്പോൾ പിന്നെ ദളിത് ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളെ ഒട്ടും അറിയാനും വഴിയില്ല. താങ്കൾ പാടിയതുകൊണ്ട് സമൂഹത്തിൽ ഒരു വിധത്തിലുള്ള ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ വേടൻ പാടുന്നത് ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന്റെ വേദനകളാണ്, ആകുലതകളാണ്. തിരുവനന്തപുരത്ത് വേടന്റെ ഒരു ദിവസത്തെ പരിപാടിക്ക് കൂടിയ ആളുകളുടെ എണ്ണം തികയാൻ എം.ജി. ശ്രീകുമാർ സാറിന് 10 സ്റ്റേജിൽ പാടേണ്ടി വരും. താങ്കൾ മോശം കലാകാരനാണെന്ന് ഒരിക്കലും പറയുന്നില്ല. 45 വർഷം പാട്ടിന്റെ ഈ ലോകത്തുണ്ടായിട്ടും ആ ഗായകനെ അറിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനും ആകുന്നില്ല. താങ്കളുടെ പാട്ടുകൾ ആളുകളുടെ ചെവിയിലാണ് പതിക്കുന്നത്. അത് കേൾക്കാനും സുഖമുണ്ട്. എന്നാൽ വേടന്റെ പാട്ടുകൾ ചിലപ്പോൾ കേൾക്കാൻ അത്രക്ക് സുഖമുള്ളതല്ലെങ്കിലും അത് വന്ന് വീഴുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അതുകൊണ്ടാണ് 2500 പേർക്ക് മാത്രം സീറ്റുള്ള തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വേടന്റെ ഒരു പരിപാടിക്ക് 20,000 പേർ എത്തുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് പാട്ടുകൾ പാടി ആ പ്രോഗ്രാം നിർത്തേണ്ടി വന്നു. എം.ജി. ശ്രീകുമാർ 45 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആരാധകരെക്കാൾ കൂടുതൽ ഇന്ന് വേടൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. താങ്കൾക്ക് പാട്ടുപാടൽ എന്നതൊരു ജോലിയാണ്. എന്നാൽ വേടനെ അതൊരു പോരാട്ടമാണ്. അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി ഉറക്കെ ശബ്ദിക്കുന്ന ഒരു പോരാളിയുടെ ശൗര്യത്തോടെയാണ് അയാൾ വേദിയിലേക്ക് എത്തുന്നത്. വീട്, സ്റ്റുഡിയോ, ഫ്ലവേഴ്സ് ചാനൽ എന്നിങ്ങനെ പരിമിതമായ ഇടങ്ങളിൽ മാത്രം ഇടപഴകുന്നത് കൊണ്ടാണ് താങ്കൾ പലതും കാണാതെയും കേൾക്കാതെയും പോകുന്നത്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇടയ്ക്കിടെ ഒന്ന് കണ്ണോടിക്കുക. വേടനെയും അയാളുടെ പാട്ടുകളെയും ആരാധകരെയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അടിസ്ഥാന വർഗത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് അവിടെ വായിക്കാൻ കഴിയും.